നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. NDDBയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് വേൾഡ് ലെവലിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റിയത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിൽ കൊണ്ടുവന്ന ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം, വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ആണ് ആക്ച്വലി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എത്രത്തോളം എന്നറിയോ നിങ്ങൾ? ഇന്ത്യയുടെ പാൽ ആവശ്യത്തിന് വേണ്ടി, മിൽക്ക് റിക്വയർമെന്റിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. വേൾഡ് മിൽക്ക് പ്രൊഡക്ഷന്റെ 23%, 23% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് NDDB ആണ്. ദെൻ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ തുടക്കം അമുൽ എന്ന് പറയുന്ന ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിൻ്റെ വിജയത്തിൽ നിന്നാണ്. അമുലിൻ്റെ വിജയമാണ് ശരിക്കും NDDBയുടെ തുടക്കം. അമുൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് 1946 ഗുജറാത്തിലെ ആനന്ദിൽ തുടങ്ങുകയും ആ ഒരു അമുൽ എന്ന് പറയുന്ന ഡയറി സൊസൈറ്റീസിനെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി വിസിറ്റ് ചെയ്യാനിടയാകുകയും അതിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റി ഇന്ത്യയിൽ തുടങ്ങണമെന്ന ആഗ്രഹത്തിൽ നിന്ന് അന്ന് അമുലിന്റെ കോ ഫൗണ്ടർ ആയിരുന്ന, ജനറൽ മാനേജർ ആയിരുന്ന വർഗീസ് കുര്യനോട് തൻ്റെ ആശയത്തെ അവതരിപ്പിക്കുകയും അത് ഏറ്റെടുത്ത് സൊസൈറ്റീസ് ആക്ട് 1860 പ്രകാരം NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 ജൂലൈ 16 ഗുജറാത്തിലെ ആനന്ദ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് തുടക്കം കുറിക്കുക. അങ്ങനെ NDDB എന്ന് പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുകയും അതിൻ്റെ ചെയർമാനായി, അതിൻ്റെ ഫൗണ്ടറായി ഡോക്ടർ വർഗീസ് കുര്യൻ അപ്പോയിൻമെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീടുള്ള 5 വർഷക്കാലം ആക്ച്വലി അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ബോർഡ് സ്ഥാപിക്കുകയും ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റഡി ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യത്തെ ഒരു 5 വർഷക്കാലം എന്ന് പറയുന്നത്. പിന്നീടാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ NDDBയുടെ ഏറ്റവും അറിയപ്പെടുന്ന, NDDBയെ വേൾഡിൽ തന്നെ നോട്ടബിൾ ആക്കി മാറ്റിയ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം അഥവാ വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാം NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് തുടങ്ങുന്നത് 1970 മുതൽ 1970 ജൂലൈ 1 1970 ജൂലൈ 1 ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം അഥവാ വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാം ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് തുടക്കം കുറിക്കുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം അഥവാ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം, വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാം NDDB സ്റ്റാർട്ട് ചെയ്യുന്നത് 1970 ജൂലൈ 1 1970 ജൂലൈ 1 NDDB വൈറ്റ് റവല്യൂഷൻ അഥവാ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് NDDBയുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സ്ഥാപകനായ, ഫൗണ്ടറായ, ചെയർമാനായിരുന്ന വർഗീസ് കുര്യന് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഓപ്പറേഷൻ ഫ്ലഡ് വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തുടക്കം കുറിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം, ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ. മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് തന്നെയാണ്. ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കട്ടോ, ഇവിടെ ശ്രദ്ധിക്കുക. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിനെ കുറിച്ച്, വൈറ്റ് റവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം, വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്
NDDB ആണ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇംപ്ലിമെന്റ് ചെയ്ത വൈറ്റ് റവല്യൂഷന്റെ എല്ലാ ബ്രെയിനും NDDBയുടെ ഫൗണ്ടർ ആയിരുന്ന, NDDBയുടെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ്റെതാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ ജൂലൈ 1-ാം തീയതി 1970 1970 ജൂലൈ 1-ന് ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വൈറ്റ് റവല്യൂഷന്റെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എ ഫ്ലഡ് ഓഫ് മിൽക്ക് എന്നതായിരുന്നു. എ ഫ്ലഡ് ഓഫ് മിൽക്ക്, എ ഫ്ലഡ് ഓഫ് മിൽക്ക്, പാലിന്റെ ഒരു എന്താ പറയാ ഫ്ലഡ് തന്നെ, പാലിന്റെ ഒരു വലിയ ഒരു നദി തന്നെ, അതല്ലെങ്കിൽ ഫ്ലഡ് എന്താ പറയാ ഒരു അത്രമാത്രം എ ഫ്ലഡ് ഓഫ് മിൽക്ക്, ഇൻക്രീസിങ് മിൽക്ക് പ്രൊഡക്ഷൻ, ഇൻക്രീസിങ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ആ ഒരു ആശയത്തെയാണ് എ ഫ്ലഡ് ഓഫ് മിൽക്ക് എന്ന ഒരു ടേം കൊണ്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഡോക്ടർ വർഗീസ് കുര്യൻ NDDB എന്ന് പറയുന്ന ബാനറിൽ നിന്നുകൊണ്ട്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ബാനറിൽ നിന്നുകൊണ്ട് ഓപ്പറേഷൻ ഫ്ലഡ് അതല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ, ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ, വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എ ഫ്ലഡ് ഓഫ് മിൽക്ക്, എ ഫ്ലഡ് ഓഫ് മിൽക്ക്, മിൽക്കിന്റെ പാലിന്റെ ഒരു ഉറവ തന്നെ, അതല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പാൽ ഉൽപാദനം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എ ഫ്ലഡ് ഓഫ് മിൽക്ക്, ഇൻക്രീസ് ദ മിൽക്ക് പ്രൊഡക്ഷൻ, ഇതായിരുന്നു ഏറ്റവും ബേസിക് ഒബ്ജക്റ്റീവ്സ്. അതിനോടൊപ്പം അദ്ദേഹം കണ്ട രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദി റൂറൽ ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാമപ്രദേശങ്ങളുടെ റൂറൽ ഇൻകത്തെ ഇൻക്രീസ് ചെയ്യുക എന്നതായിരുന്നു. ഇൻക്രീസ് ദി റൂറൽ ഇൻകം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റീവ്, ഈ ഇൻക്രീസ് ദ റൂറൽ ഇൻകം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ കാണുമ്പോൾ ആക്ച്വലി NDDBയുടെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിനെ, വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാമിനെ വേൾഡസ്റ്റ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ലോകത്ത് തന്നെ ഏറ്റവും വലിയ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിനെ, വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാമിനെ അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ്, ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. ആ വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാം, ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന, ഫൗണ്ടർ ആയിരുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ് ഓപ്പറേഷൻ ഫ്ലഡിന്റെ, വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാമിന്റെ ബ്രെയിൻ, അതിന്റെ തുടക്കക്കാരൻ, അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഡോക്ടർ വർഗീസ് കുര്യനായിരുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം തുടങ്ങുമ്പോൾ, വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാം തുടങ്ങുമ്പോൾ, ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലക്ഷ്യങ്ങളിൽ, അതിന്റെ ഒബ്ജക്റ്റീവ്സിൽ ഏറ്റവും ഒന്നാമത്തേതായിരുന്നു ഇൻക്രീസ് ദ മിൽക്ക് പ്രൊഡക്ഷൻ, പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന്. എ ഫ്ലഡ് ഓഫ് മിൽക്ക്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു ഇൻക്രീസ് ദി റൂറൽ ഇൻകം, ഗ്രാമപ്രദേശത്തുള്ള ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ഇൻക്രീസ് ദി റൂറൽ ഇൻകം. ഈ ഒരു ഒബ്ജക്റ്റീവ്സിന്റെ കൂടെ നമ്മൾ ചേർത്തു പറയേണ്ട ഒരു കാര്യമാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം, വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഒന്നായിരുന്നു. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിൽ ഒന്നായിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ്, വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അണ്ടർലൈൻ ചെയ്യും, ഇപ്പൊ തന്നെ അത് പഠിക്കണം. വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം,
വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിനെയാണ്, വൈറ്റ് റവല്യൂഷനെയാണ്. വേൾഡിൽ തന്നെ, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഗ്രാമീണ വികസന പദ്ധതിയാണ് വൈറ്റ് റവല്യൂഷൻ, അതല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ 1970 ജൂലൈ 1-ന് 1970 ജൂലൈ 1-ന് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ്സുകളിൽ ഏറ്റവും ആദ്യത്തേത് ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ എന്നതായിരുന്നു, എ ഫ്ലഡ് ഓഫ് മിൽക്ക് എന്നതായിരുന്നു. മറ്റൊന്ന് ഇൻക്രീസ് ദി റൂറൽ ഇൻകം. ആ ഒരു ഒബ്ജക്റ്റീവ്സിന്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം അതല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഒന്നായിരുന്നു. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന്റെ, വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാമിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ് എന്നാണ്. കൺസ്യൂമേഴ്സിന് റീസണബിൾ പ്രൈസ്, ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ്, റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന് റീസണബിൾ പ്രൈസിൽ പാലെത്തിക്കുക എന്നുള്ളതാണ്. കൺസ്യൂമേഴ്സിന് റീസണബിൾ പ്രൈസിൽ പാലെത്തിക്കുക എന്നുള്ളതും എന്താണ്, NDDB-യുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന്റെ, വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാമിന്റെ 3 ഒബ്ജക്റ്റീവ്സുകളാണുള്ളത്. ആ 3 ഒബ്ജക്റ്റീവ്സിൽ ഏറ്റവും ആദ്യത്തേത് ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ എന്നുള്ളതായിരുന്നു, എ ഫ്ലഡ് ഓഫ് മിൽക്ക്. രണ്ടാമത്തേത് ഇൻക്രീസ് ദി റൂറൽ ഇൻകം എന്നുള്ളതാണ്. മൂന്നാമത്തേത് റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്, മിൽക്ക് വാങ്ങുന്ന കൺസ്യൂമർക്ക്, പാലുൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന കൺസ്യൂമർക്ക് മിതമായ വിലയിൽ റീസണബിൾ പ്രൈസിൽ പാലെത്തിച്ചു കൊടുക്കുക എന്നുള്ളതുമായിരുന്നു. അപ്പൊ 3 ഒബ്ജക്റ്റീവ്സുകളാണ് ഓപ്പറേഷൻ ഫ്ലഡിനുള്ളത്. ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങിയത് എന്താന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന് റീസണബിൾ പ്രൈസിൽ പാലെത്തിച്ചു കൊടുക്കുക എന്നതാണ്. റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്. 3 ഒബ്ജക്റ്റീവ്സുകൾ ഓപ്പറേഷൻ ഫ്ലഡിന്, 3 ഒബ്ജക്റ്റീവ്സുകൾ. ഏതൊക്കെ 3 ഒബ്ജക്റ്റീവ്സുകൾ ഷംന? ഏതൊക്കെയായിരുന്നു 3 ഒബ്ജക്റ്റീവ്സുകൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന്റെ? ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ, ഇൻക്രീസ് ദി റൂറൽ ഇൻകം, പിന്നെ അതിന്റെ കൂടെ തന്നെ ചേർത്ത് വരുന്ന വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. മൂന്നാമത്തത് റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്. യെസ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നാ തുടങ്ങിയത് വീണ? ഓപ്പറേഷൻ ഫ്ലഡ് എന്നാ തുടങ്ങിയത്? 1970 ജൂലൈ 1-നാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ആരാ തുടങ്ങിയത് ജിൻസി? ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ആരാ തുടങ്ങിയിട്ടുള്ളത്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങിയ സ്ഥാപനത്തിന്റെ പേരെന്തായിരുന്നു അരുണ? ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം തുടങ്ങിയ സ്ഥാപനത്തിന്റെ പേരെന്തായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരെന്തായിരുന്നു അരുണ? അരുണ അവിടെ പറയൂ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. യെസ്. ഓപ്പറേഷൻ ഫ്ലഡ് അതല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ബേസിക് നോളജ് നിങ്ങളെ കയ്യിലേക്ക് എത്തി. ഓപ്പറേഷൻ ഫ്ലഡ് അതല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് നോളജ് നിങ്ങളുടെ കയ്യിലുണ്ട്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് വൈറ്റ് റവല്യൂഷൻ അതല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഡോക്ടർ വർഗീസ് കുര്യനാണ് അതിന് തുടക്കം കുറിക്കുന്നത്. 1970 ജൂലൈ 1-നാണ് തുടക്കം കുറിച്ചത്. 3 ഒബ്ജക്റ്റീവ്സുകൾ അതിനുണ്ട്. ഒന്ന് ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ, ഇൻക്രീസ് ദി റൂറൽ ഇൻകം, അതോടൊപ്പം തന്നെ റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്. വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ
എന്നതിനെ എ ഫ്ലഡ് ഓഫ് മിൽക്ക് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയോ? ഓപ്പറേഷൻ ഫ്ലഡിന്റെ കാതലാണ്, അതിന്റെ ബേസിക് നോളജ് ആണ് ഇത്. ഇനി അതിലേക്ക് ഒരു 2-3 പോയിന്റ്സും കൂടെ ആഡ് ചെയ്താൽ ഓപ്പറേഷൻ ഫ്ലഡ് നിങ്ങൾക്ക് പഠിക്കും. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾ ആകെ പഠിക്കേണ്ട 2-3 പോയിന്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ ഫ്ലഡ് 3 ഫേസുകളിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് 3 ഘട്ടങ്ങളിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ ഫ്ലഡ് 3 ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1970 മുതൽ 1980 വരെയുള്ള കാലഘട്ടമാണ്. 10 വർഷക്കാലം. 1970 to 1980. 1970 to 1980. 1970 മുതൽ 1980 വരെയുള്ള 10 വർഷക്കാലമാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 1. ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫേസ് 1 എന്ന് പറയുന്നത് 1970 to 1980. 1970 മുതൽ 1980 വരെ. ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫേസ് 2 എന്ന് പറയുന്നത് 1981 to 1985 ആണ്. 1981 മുതൽ 1985 വരെയുള്ള കാലഘട്ടം. 1981 to 1985. 1981 മുതൽ 85 വരെയുള്ള കാലഘട്ടമാണ് ഫേസ് 2 എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫേസ്, ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫേസ് 3. ഫേസ് 3 എന്ന് പറയുന്നത് 1985 മുതൽ 1996 വരെയാണ്. 1996 വരെയാണ്. 1985 മുതൽ 96 വരെയുള്ള കാലഘട്ടം. ഇതാണ് ഫേസ് 3. ഫേസ് 1 70 to 80. ഫേസ് 2 81 to 85. ഫേസ് 3 85 to 96. ഇത്രയും പോയിന്റ്സ് നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഓപ്പറേഷൻ ഫ്ലഡുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓപ്പറേഷൻ ഫ്ലഡ് അതല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് തുടങ്ങിയത്. ഡോക്ടർ വർഗീസ് കുര്യനാണ് അതിന് നേതൃത്വം കൊടുത്തത്. വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നുണ്ട്. വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. 3 ഒബ്ജക്റ്റീവ്സുകളാണുള്ളത്. ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ, എ ഫ്ലഡ് ഓഫ് മിൽക്ക്, ഇൻക്രീസ് ദി റൂറൽ ഇൻകം, റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്. 1970 ജൂലൈ 1 ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. 3 ഫേസുകളിലൂടെയാണ് അത് പൂർത്തീകരിച്ചിട്ടുള്ളത്. 3 ഘട്ടങ്ങളിലൂടെയാണ്. ഫേസ് 1 1970 മുതൽ 1980 വരെ. ഫേസ് 2 1981 മുതൽ 85 വരെ. ഫേസ് 3 1985 മുതൽ 1996 വരെ. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ ഓപ്പറേഷൻ ഫ്ലഡ് നിങ്ങൾക്ക് പഠിഞ്ഞു എന്ന് പൂർത്തീകരിക്കാം. ഇനി അതിക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുത്താൽ ഓപ്പറേഷൻ ഫ്ലഡ് തീരും. കുറച്ച് മസാലകൾ, ഫേസ് 1 കുറച്ച് മസാലയും ഫേസ് 2 കുറച്ച് ഇൻഗ്രീഡിയൻസും ഫേസ് 3 കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിയാൽ നല്ല ഒരു ഊണ് കഴിച്ചതിന് തുല്യമാണെന്ന് പറയാം. അതോടുകൂടെ ഓപ്പറേഷൻ ഫ്ലഡ് തീരും. ഓപ്പറേഷൻ ഫ്ലഡിന്റെ ബേസിക് നോളജ് എന്ന് പറയുന്ന ഇത്രയും നോളജാണ്. ഇത് നിങ്ങൾ മറക്കുകയും ചെയ്യും. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഓപ്പറേഷൻ ഫ്ലഡ് കൊണ്ടുവന്നത്. വൈറ്റ് റവല്യൂഷൻ, ഓപ്പറേഷൻ ഫ്ലഡിന്റെ ബ്രെയിൻ, അതിന് തുടക്കം കുറിച്ചത്, നേതൃത്വം നൽകിയത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. NDDBയുടെ ഫൗണ്ടറാണ്, ചെയർമാനാണ്. 1970 ജൂലൈ 1 ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 ലക്ഷ്യങ്ങളുണ്ട്. ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ, എ ഫ്ലഡ് ഓഫ് മിൽക്ക്, ഇൻക്രീസ് ദി റൂറൽ ഇൻകം, റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്.
വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്, വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളിൽ ഒന്നാണ്. 3 ഘട്ടങ്ങളിലൂടെയാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ഒന്നാം ഘട്ടം 1970 മുതൽ 1970 to 1980. രണ്ടാം ഘട്ടം 81 to 85. മൂന്നാം ഘട്ടം 85 to 96. 3 ഘട്ടങ്ങളിലൂടെയാണ്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിഞ്ഞാൽ ഓപ്പറേഷൻ ഫ്ലഡ് നിങ്ങളെ കയ്യിൽ കിട്ടി എന്നാണ് അർത്ഥം. ഓപ്പറേഷൻ ഫ്ലഡിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ കഴിയും. ഇനി അതിലേക്ക് കുറച്ച് അഡീഷണൽ പോയിന്റ്സ്, അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഇതാണ് ഇതിന്റെ ബേസ്. ഇത് കിട്ടിയാൽ ഓക്കെ. ഇനി ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെ ഞാൻ പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, അത് ഇവിടെ വെച്ച് പറയണമെന്നില്ല. ശരിക്ക് മറ്റൊരു ടോപ്പിക് പറയുമ്പോൾ എനിക്ക് അവിടെ വെച്ച് പറഞ്ഞാൽ മതി. എന്നാലും ഇതിന്റെ കൂട്ടത്തിൽ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കേരള ബാങ്ക് ആണ് കേട്ടോ. എടുക്കുന്ന ഓരോ ക്ലാസ്സും, എടുക്കുന്ന ഓരോ സെന്റൻസും, ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്ന ഓരോ കാര്യവും നമ്മൾ അൾട്ടിമേറ്റ് എയിമിലേക്കാണ് കൂട്ടിച്ചേർക്കുന്നത്. കേരള ബാങ്കിന്റെ PSC എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം. ആദ്യത്തെ 100-ൽ ഒരാളായിട്ട് മാറണം. അതാണ് നമ്മളെ ഉദ്ദേശം. ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ 100-ൽ ഒരാളായിട്ട് നമ്മൾ ഉണ്ടാവണം. നമ്മളെ പേരുണ്ടായിരിക്കണം, നിർബന്ധ. 2025 കേരള ബാങ്കിന്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ സ്റ്റാഫായിട്ട് നിങ്ങൾ ഒപ്പുവെക്കണം. അത് നമുക്ക് നിർബന്ധമുണ്ട്. അതിനകത്ത് നിങ്ങൾ ഓരോരുത്തരും വരണം. ഒരാൾ പോലും അതിൽ നിന്ന് മാറിപ്പോകരുത്. അതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ തന്നെ പറയുന്നു, മിൽമ, നമ്മളെ കേരളത്തിലെ മിൽമ അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. കേരളം കണി കണ്ടുണരുന്ന നന്മ അല്ലെ, കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നറിയപ്പെടുന്ന മിൽമ. മിൽമയെ കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ് വരുന്നുണ്ട്. അമുൽ നമുക്ക് മറ്റൊരു ക്ലാസ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മറ്റു ക്ലാസ്സുകൾ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഓപ്പറേഷൻ ഫ്ലഡിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടേമാണ് മിൽമ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് സെക്കൻഡിലാണ്. മിൽമ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് സെക്കൻഡിലാണ് മിൽമ വന്നിട്ടുള്ളത്. മിൽമ കേരളത്തിനകത്ത് തുടങ്ങിയത് ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് സെക്കൻഡിലാണ്. അത് നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ബോക്സ് ആക്കി വെക്കേ, ഇമ്പോർട്ടൻ്റ് എഴുതി വെക്കേ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. മിൽമ ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് സെക്കൻഡിലാണ് വരുന്നത്. മക്കളെ, അത് നിങ്ങൾ ആലോചിക്കും, ഇങ്ങനെ ഫേസ് നോക്കിയാൽ നമുക്ക് കിട്ടില്ല. ഫേസ് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. അതെന്താണ് അതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിൽമ സ്ഥാപിച്ചത് ആക്ച്വലി 1980 ഏപ്രിൽ മാസമാണ്. 1980 ഏപ്രിൽ മാസമാണ് മിൽമ തുടങ്ങിയത്. ഇനി എൻ്റെ മക്കൾ ആ നോട്ട്ബുക്ക് ഒന്ന് നല്ലവർക്ക് നോക്കിക്കേ. ഫേസ് 1ന്റെ പീരീഡ്, ഫേസ് 1ന്റെ പീരീഡ്, ഫേസ് 1 1970 മുതൽ 1980 വരെ. ഫേസ് 2 81-85. ഫേസ് 3 വരുന്നത് 85 to 96. മിൽമ സ്റ്റാർട്ട് ചെയ്തത്, മിൽമ തുടങ്ങിയത് 1980 ഏപ്രിൽ മാസം. ഇനി ആക്ച്വലി നിങ്ങൾ കറക്റ്റായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മിൽമ തുടങ്ങിയത് ഫേസ് 1-ലാണോ ഫേസ് 2-ലാണോ? ആ ഇയർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റും? ഫേസ് 1-ലാണ്. കാരണം 1970 മുതൽ 1980 വരെയാണ് ഫേസ് 1ന്റെ കാലഘട്ടം. പക്ഷെ ഞാൻ പറഞ്ഞ എന്താ, എക്സാം ഉറപ്പിച്ച് നിങ്ങൾ എന്തായാലും എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം? മിൽമ തുടങ്ങിയത് ഫേസ് 2-ലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാ അത്? അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താ അറിയോ? 1970 മുതൽ 1980 വരെയുള്ള കാലഘട്ടം ഫേസ് 1 തീർന്നു. 80-ൽ ഫേസ് 1 തീർന്നു. 80 ആവുന്നതോടുകൂടെ 1980 ആകുന്നതോടുകൂടെ എന്ത് തീർന്ന്? ഫേസ് 1 തീർന്നു. പിന്നെ 81-ലാണ് ഫേസ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്.
1980 കഴിയുന്നതോടുകൂടെ ഫേസ് 1ന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിരുന്നു. അഥവാ 1970 തുടങ്ങി 1980 എന്ന് പറയുന്ന വർഷം 1980 എന്ന് പറയുന്ന വർഷം വരുമ്പോഴേക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 ടു മാർച്ച് മാർച്ച് 31 ആണ്. ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഫിനാൻഷ്യൽ ഇയർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ, ഒരു ഇയർ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പോഴും ഏപ്രിൽ മാസം മുതൽ മാർച്ച് മാസം വരെയാണ്. സാധാരണ ജനുവരി മുതൽ ഡിസംബർ വരെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നമ്മളെല്ലാം അക്കൗണ്ടൻസി ചെറിയ രീതിയെങ്കിലും ടച്ചുള്ള ആളുകളാണ്. അതൊരു പുതിയ നോളജ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്, ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മിൽമ തുടങ്ങിയത് 1980 ഏപ്രിൽ മാസമാണ്. ഫേസ് 1 എപ്പോൾ തീർന്നു? 1980 മാർച്ചോടുകൂടെ എന്ത് തീർന്നു? ഫേസ് 1 തീർന്നു. ഫേസ് 2 തുടങ്ങുന്നത് പിന്നെ 1981 അഥവാ ഫേസ് 1 തീർന്നത് മുതൽ പിന്നീടുള്ള ഓരോ നിമിഷവും രണ്ടാം ഘട്ടത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സോ മിൽമ ശരിക്കും രണ്ടാം ഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. 1981 ഫേസ് 2 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ആ ഒരു റെസ്റ്റിംഗ് പീരീഡിലാണ് ആര് വന്നത്? മിൽമ വന്നത്. അതുകൊണ്ട് മിൽമയെ നമ്മൾ ഫേസ് 2 ഉൾപ്പെടുത്താറുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഒറ്റ കാര്യം, ചില കാര്യങ്ങൾ അങ്ങനെയുള്ളൂ, പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നത്തെ പരിപാടി എന്താ? ടു ബി ബൈ ഹാർട്ടാക്കി കൈ പിടിക്കുക. മിൽമ വന്നത് സെക്കൻഡ് ഫേസിലാണ്. മിൽമ 1980 ഏപ്രിൽ മാസമാണ് തുടക്കം കുറിച്ചതെങ്കിൽ കൂടിയിട്ടും ഫേസ് 2 മിൽമ വരുന്നത്. അത് പ്രത്യേകം എന്ത് ചെയ്യുക, അതൊരു പ്രത്യേക മന്ത്രമായിട്ട് മനസ്സിലവിടെ സൂക്ഷിച്ചു വെക്കുക, എടുത്തു വെക്കുക. മിൽമ എന്ന് കേട്ട അപ്പം തന്നെ മനസ്സിലേക്ക് എന്ത് വരിക? ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫേസ് 2 1980 ഏപ്രിൽ മാസമാണ്. അത് നിങ്ങൾ മറക്കരുത്. ഓപ്പറേഷൻ ഫ്ലഡ് തീർന്നിട്ടില്ല, ഓപ്പറേഷൻ ഫ്ലഡ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ ഫ്ലഡിന്റെ വളരെ കുറഞ്ഞ പോയിന്റ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഇത് കൊണ്ടുവന്നത്. അതിന്റെ ഫൗണ്ടർ ആയിരുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ് ഓപ്പറേഷൻ ഫ്ലഡിന് വൈറ്റ് റവല്യൂഷന് നേതൃത്വം കൊടുത്തത്. 1970 ജൂലൈ 1 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇൻക്രീസ് ദി മിൽക്ക് പ്രൊഡക്ഷൻ, എ ഫ്ലഡ് ഓഫ് മിൽക്ക്, ഇൻക്രീസ് ദി റൂറൽ ഇൻകം, റീസണബിൾ പ്രൈസ് ഫോർ കൺസ്യൂമേഴ്സ്. ഈ 3 ഒബ്ജക്റ്റീവ്സുകളാണ് ഉണ്ടായിരുന്നത്. വേൾഡ് ലാർജസ്റ്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഒന്നാണ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. 3 ഫേസുകളിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് നടത്തുന്നത്. ഫേസ് 1 1970 മുതൽ 1980 വരെ, ഫേസ് 2 1981 മുതൽ 85 വരെ, ഫേസ് 3 85 to 96 വരെയാണ്. മിൽമ ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 2 ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ ഇന്ന് ചെലവാക്കി 28 മിനിറ്റ്, ഏകദേശം അരമണിക്കൂർ മുതലായി എന്നാണ് അർത്ഥം. സനുദ എന്ന് പറയണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ മക്കളെ. ഒരിക്കലും ഡൗട്ട് ഒന്നും മനസ്സിൽ വെച്ചിട്ട് എങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ചിരിക്കരുത്, ചോദിക്കണം. സനുദ ഓക്കെ അല്ലേ? യെസ്. സുമി ഓക്കെ. കുമാരി, രേഷ്മ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല. സുഹൈൽ കറക്റ്റ് അല്ലേ? സുഹൈൽ എന്നോട് പലപ്പോഴും പങ്കുവെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സാറേ ഞാൻ കുറേ പഠിക്കുന്നുണ്ട്, എനിക്ക് ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവനോട് പ്രത്യേകം അത് നിങ്ങൾ ആരും അവനോട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും തോന്നണ്ട. ഇടയ്ക്ക് ഞാൻ വല്ലാതെ അവനെ കെയർ ചെയ്യേണ്ടതൊന്നും തോന്നരുത് കേട്ടോ. കാരണം എന്നെ പ്രത്യേകം പരിഗണന തരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം പിന്നെ നമ്മൾ ആ ഒരു പരിഗണന എല്ലാവർക്കും തരുന്നുണ്ട്. കൂട്ടത്തിൽ അത് ആ ഒരു ക്യാരക്ടറിന് ഞാൻ കൊടുക്കുന്ന ഒരു ഇതാണ്. അത് ആർക്കും ഒന്നും തോന്നണ്ട. ഗ്രീഷ്മ, ദിവ്യ, ലിനി എല്ലാം ഓക്കെ ആണല്ലോ അല്ലെ? എല്ലാവരും ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഇത്രയും പോർഷൻ കറക്റ്റ് ആണ്? യെസ്, ഓക്കെ, റെഡി. നമുക്ക് എല്ലാവർക്കും കേരള ബാങ്കിലേക്ക് എത്തിയേ പറ്റൂ. ഫേസ് 1 ഡീറ്റെയിൽ ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് നമ്മൾ വരികയാണ്. ഫേസ് 1 എന്ന് പറയുന്നത് ശരിക്കും NDDBയുടെ ചരിത്രത്തിൽ തന്നെ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ കാര്യത്തിലേക്ക് എൻട്രി ആണ്. മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം, അതേപോലെ തന്നെ റൂറൽ ഇൻകം ഇൻക്രീസ് ചെയ്യണം, അതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സിന് റീസണബിൾ പ്രൈസിൽ മിൽമ കൊടുക്കണം, പാല് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടെ ആദ്യത്തെ ഫേസാണ്
എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു ഫേസ് അല്ലെ, തുടക്കാണ്. സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെക്കോളൂ. സ്റ്റാർട്ടിങ്ങില് ഏറ്റവും വലിയ ഒരു ഓപ്ഷൻ, എന്ത് കാര്യത്തിലും അഭിപ്രായം പറയാൻ. സനുദ, നാട്ടിലൊരു പരിപാടി നടക്കുകയാണ്, എന്ത് കാര്യത്തിലും നമുക്ക് അഭിപ്രായം പറയാം. നമ്മളെ കയ്യിൽ ആദ്യം വേണ്ടത് എന്താ? സനുദ, നമ്മളെ കയ്യിൽ എന്താ ആദ്യം? പ്രൊഡക്റ്റ് വേണം. പ്രൊഡക്റ്റ് വേണം, അതൊക്കെ വിടും. പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വിടും. നാട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുകയാണ്, അതല്ലെങ്കിൽ നാട്ടിലൊരു ഉത്സവം നടക്കുകയാണ്, പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വിടും. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, വീട്ടിലൊരു കാര്യം നടക്കുകയാണ്. നമുക്ക് എന്ത് പറയണമെങ്കിലും എന്ത് നടപ്പിലാക്കണമെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് നമ്മളെ കയ്യിൽ എന്ത് വേണം? പറയാൻ പറ്റും? അതാണ് കാര്യം. യെസ്, അത് വേണം. അതില്ലാണ്ട് വീട്ടിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ എവിടെ എന്ത് പരിപാടി ആയിക്കോട്ടെ നമുക്ക് അഭിപ്രായം പറയണോ, നമുക്ക് അഭിപ്രായം പറയാം. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ പറയാന്നല്ലാതെ കേൾക്കാൻ ആളുണ്ടാവില്ല. അല്ലെങ്കിൽ ചോദിക്കല്ല എന്താ ഈ ഇപ്പത് പറയണു, അല്ലെങ്കിൽ നമ്മൾ പറയണൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. കയ്യിൽ തൊട്ട് വേണം. സോ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുന്ന വലിയൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ബേസിക്കലി എന്ത് വേണം? ഫണ്ട് വേണം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന്റെ ഫേസ് 1 ഫിനാൻസ് കണ്ടെത്തുന്നത്, ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് അറിയാം നിങ്ങൾ? വേൾഡ് ഫുഡ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. വേൾഡ് ഫുഡ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ആ വേൾഡ് ഫുഡ് പ്രോഗ്രാമിലേക്ക് യൂറോപ്യൻ റീജിയൻ, അതല്ലെങ്കിൽ എക്കണോമിക് EEC എന്ന് പറയും, എക്കണോമിക് റീജിയൻ, അതായത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, യൂറോപ്യൻ റീജിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്മ്യൂണിറ്റി, EEC, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, EEC, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാണ്? കുറച്ച് മിൽക്ക് പൗഡർ, പാൽപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് ഗീ, കുറച്ച് നെയ്യ്, ഇതൊക്കെ സമ്മാനമായിട്ട് നൽകിയിരുന്നു. NDDB-യിലേക്ക്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലേക്ക് കുറച്ച് സമ്മാനമായിട്ട് യൂറോപ്യൻ റീജിയൻ, അതല്ലെങ്കിൽ EEC, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് പാൽപ്പൊടി, മിൽക്ക് പൗഡർ, കുറച്ച് ഗീ, ഇതൊക്കെ സമ്മാനമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്കണോമിക് റീജിയൻ, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി EEC, അതല്ലെങ്കിൽ യൂറോപ്യൻ റീജിയൻ എന്ത് ചെയ്യാണ്? കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. ഈ പാൽപ്പൊടി അതേപോലെ തന്നെ ഈ നെയ്യ് മാർക്കറ്റില് വേൾഡ് ഫുഡ് പ്രോഗ്രാമിൽ സെയിൽ ചെയ്തിട്ടാണ് ആദ്യം NDDB എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം 1970 ജൂലൈ 1 തുടങ്ങുമ്പോൾ അതിനുള്ള ഫണ്ട് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി തന്ന മിൽക്ക് ഷെഡുകള്, മിൽക്ക് പൗഡറുകള് വേൾഡ് ഫുഡ് പ്രോഗ്രാമിലൂടെ സെയിൽ ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഫണ്ട് കണ്ടെത്തുന്നത്. ആദ്യമായിട്ട് ഫണ്ട് കണ്ടെത്തുന്നത് അങ്ങനെയാണ്. പിന്നീട് ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ മിൽക്ക് ഷെഡ്, യൂറോപ്യൻ റീജിയനിൽ നിന്നും കിട്ടിയിട്ടുള്ള ഈ മിൽക്ക് പൗഡറും അതേപോലെ തന്നെ വെണ്ണ, നെയ്യ്, ഇതൊക്കെ വിറ്റ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിലൂടെ വിറ്റ് കിട്ടിയ ക്യാഷ് കൊണ്ട് ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫേസ് 1 എത്രത്തോളം എന്നറിയാം നിങ്ങൾ? 18 മിൽക്ക് ഷെഡുകൾ ഉണ്ടാക്കിയെടുത്തു. 18 മിൽക്ക് ഷെഡുകൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ 4 മെട്രോ സിറ്റികളായിട്ടുള്ള ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ, ഈ 4 മെട്രോ സിറ്റികളിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് മുഴുവനായിട്ടും ഈ 4 മെട്രോ സിറ്റികളിലേക്ക് ആവശ്യമായ മുഴുവൻ പാലും വിതരണം ചെയ്യുന്ന ലെവലിലേക്ക് NDDB-യുടെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫേസ് 1 കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം, റൂറൽ ഇൻകം ഇൻക്രീസ് ചെയ്യണം, കൺസ്യൂമറിന് ഏറ്റവും റീസണബിൾ പ്രൈസിൽ പാല് കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ
1970 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തില് ഫേസ് 1 ഫണ്ടില്ല, ക്യാഷ് ഇല്ല, ഗിഫ്റ്റായിട്ട് കിട്ടിയ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ഗിഫ്റ്റായിട്ട് തന്ന പാൽപ്പൊടി, ഗിഫ്റ്റായിട്ട് കിട്ടിയ എന്താണ് വെണ്ണ, നെയ്യ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിൽ വിറ്റിട്ട് അതിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിയിട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ വിജയം അവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഫേസ് 1 ക്ലോസ് ചെയ്യുമ്പോൾ 18 മിൽക്ക് ഷെഡുകൾ ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 1 മുഖേന NDDBക്ക് ഉണ്ടായിരുന്നു. 18 മിൽക്ക് ഷെഡുകൾ. അതോടൊപ്പം ഇന്ത്യയിലെ 4 മെട്രോ സിറ്റികളില്, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്ന് പറയുന്ന 4 മെട്രോ സിറ്റികളിലേക്ക് മുഴുവനായിട്ടും ആ മെട്രോ സിറ്റികളുടെ മുഴുവൻ പാലിന്റെയും പൂർത്തീകരണം, പാലിന്റെ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 1 കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 1. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 2 വന്നപ്പോ വേൾഡ് ബാങ്കിന്റെ ലോൺ കിട്ടി. വേൾഡ് ബാങ്കിന്റെ ലോണ്, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ സഹായവും കിട്ടി. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 2 വന്നപ്പോഴേക്ക് വേൾഡ് ബാങ്കിന്റെ ലോണും അതോടൊപ്പം യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും കിട്ടി. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 2 ആയപ്പോഴേക്ക് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ പാലും, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പാലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെവലിലേക്ക് NDDB മാറി എന്നുള്ളതാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 2 ആയപ്പോഴേക്ക് വേൾഡ് ബാങ്കിന്റെ സപ്പോർട്ട് കിട്ടി, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടി. അതോടൊപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ആവശ്യമായ മുഴുവൻ പാലും ഉൽപ്പാദിപ്പിക്കുന്ന റേഞ്ചിലേക്ക് NDDB മാറുകയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് മാറുകയാണ്. അവിടെ കഴിയില്ല. അതോടൊപ്പം തന്നെ 18 മിൽക്ക് ഷെഡ് ഉണ്ടായിരുന്നത് 136 മിൽക്ക് ഷെഡുകളാക്കി മാറ്റി. 136 മിൽക്ക് ഷെഡുകളാക്കി മാറ്റി. 136 മിൽക്ക് ഷെഡുകളാക്കി മാറ്റി. 290ഓളം മിൽക്ക് ഔട്ട്ലെറ്റുകൾ NDDB സ്റ്റാർട്ട് ചെയ്തു. 290ഓളം മിൽക്ക് ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ആലോചിക്കണം തുടക്കം എങ്ങനെയെന്നുള്ളത്. ഇന്ത്യയിലേക്ക് ഗിഫ്റ്റായിട്ട് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി നൽകിയ, EEC നൽകിയ മിൽക്ക് പൗഡറും ഗീയൊക്കെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൽ വിറ്റിട്ടാണ് ഫണ്ട് ആദ്യം കണ്ടെത്തുന്നത്. 18 മിൽക്ക് ഷെഡുകളാണ് ഫേസ് 1 ഉണ്ടാവുന്നത്. ഫേസ് 1 ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്ന് പറയുന്ന 4 മെട്രോ സിറ്റികളിലേക്ക് ആവശ്യമായ പാല് കൊടുക്കാൻ സാധിച്ചു. ഫേസ് 2 വന്നപ്പോ വേൾഡ് ബാങ്കിന്റെ സപ്പോർട്ട് വന്നു, വേൾഡ് ബാങ്കിന്റെ ലോൺ കിട്ടി. അതോടൊപ്പം തന്നെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ സഹായം വരുന്നുണ്ട്. അതോടൊപ്പം 18 മിൽക്ക് ഷെഡ് എന്നുള്ളത് 136 മിൽക്ക് ഷെഡുകളിലേക്ക് മാറി. അതോടൊപ്പം 290 മിൽക്ക് ഔട്ട്ലെറ്റുകൾ അർബൺ ഏരിയയിൽ സ്ഥാപിക്കപ്പെട്ടു. വലിയ വലിയ സിറ്റികളിലെ 290 മിൽക്ക് ഔട്ട്ലെറ്റുകൾ NDDB സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ആവശ്യമായ മുഴുവൻ പാലും ഏകദേശം 1 ലക്ഷം ടൺ 1 ലക്ഷത്തിനേക്കാൾ കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അത് നിങ്ങളോട് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ അത് പഠിക്കേണ്ട വെച്ചിട്ട് അത്രയും ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തിൽ സംതിങ് 1.5 ലക്ഷം ടൺ അടക്കം ഉള്ള പാല് ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 2 ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 2 ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 3 വരുമ്പോ ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 3 വരുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മിൽക്ക് പ്രൊഡക്ഷൻ ഒന്നല്ല പിന്നെ നടക്കുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 3 85-96 വരുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയോ നിങ്ങള്?
ഇൻഫ്രാസ്ട്രക്ചർ, ഡയറി കോപ്പറേറ്റീവ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുകയായിരുന്നു. നിലവിലുള്ള ഡയറി കോപ്പറേറ്റീവ്സുകൾ, നിലവിലുള്ള ഡയറി ഔട്ട്ലെറ്റുകൾ എക്സ്പാൻഡ് ചെയ്യായിരുന്നു. നിലവിലുള്ള ഡയറി കോപ്പറേറ്റീവ്സുകൾ എക്സ്പാൻഡ് ചെയ്യാം. നിലവിലുള്ള ഡയറി കോപ്പറേറ്റീവ്സുകൾ എക്സ്പാൻഡ് ചെയ്യായിരുന്നു. ദെൻ കഴിഞ്ഞില്ല. പിന്നെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഫീഡ് ആൻഡ് വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് ഹെൽത്ത് കെയർ സർവീസ്. വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് ഹെൽത്ത് കെയർ സർവീസ് ഫേസ് 3 ആട്ടോ. ഫേസ് തേർഡില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഡയറി കോപ്പറേറ്റീവ്സുകളുടെ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, മോഡേണൈസേഷൻ ചെയ്യുക, ആധുനീകരിക്കുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് സർവീസ്, വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് സർവീസ്. കന്നുകാലികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് സർവീസ് കൊടുക്കും. പിന്നെയോ ഫീഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസ്. ഫീഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസ്. കന്നുകാലികൾക്ക് നല്ല തീറ്റ കൊടുക്കുക, കൃത്രിമ ബീജസങ്കലനം നടത്തുക. കൃത്രിമ ബീജസങ്കലനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്തിട്ട് പുതിയ കന്നുകാലികളെ, പുതിയ ടൈപ്പ് പശുക്കളെ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് അത്രത്തോളം ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കുറെ ജോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പശുക്കിടാങ്ങളെ വ്യത്യസ്ത രീതിയിൽ ക്രോസ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫേസ് 3 ആക്ച്വലി ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡേണൈസേഷൻ ആയിരുന്നു. ഡയറി കോപ്പറേറ്റീവ്സുകളൊക്കെ മോഡേണൈസ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വലുതാക്കി എടുക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് സർവീസ്, കന്നുകാലികൾക്ക് ഫസ്റ്റ് എയ്ഡ് സർവീസ്. പിന്നെയോ അടുത്തൊരു ഓപ്ഷൻ എന്താ? വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് സർവീസ്. അതോടൊപ്പം തന്നെ ഫീഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കന്നുകാലികൾക്ക് നല്ല തീറ്റ കൊടുക്കുക, അതോടൊപ്പം കൃത്രിമ ബീജസങ്കലനം നടത്തുക. ഫീഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അത്ഭുതപ്പെടാനൊന്നുമില്ല, നമുക്ക് ഓൾറെഡി നമ്മളെ മൈൻഡിൽ, നമ്മളെ മാർക്കറ്റിലുള്ള കാര്യം. പിന്നെയോ ഇന്റൻസിഫൈഡ് മെമ്പർ എഡ്യൂക്കേഷൻ, മെമ്പേഴ്സിന് തീവ്രമായ വിദ്യാഭ്യാസം കൊടുക്കുക. ഇന്റൻസീവ് മെമ്പർ എഡ്യൂക്കേഷൻ ഫേസ് 3 അതാണ് അവസ്ഥ. ഏകദേശം 1998 ആയപ്പോ, 1998 ആയപ്പോ നമ്മളെ ഇന്നലത്തെ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞില്ലേ, വേൾഡിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന 23% മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെവലിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഓപ്പറേഷൻ ഫ്ലഡ് മാറ്റിയെടുക്കുകയാണ് 1998 കൂടെ. 1997 വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ആ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് എന്തായിരുന്നു അറിയോ? ഓപ്പറേഷൻ ഫ്ലഡ് ക്യാൻ ബി വ്യൂഡ് ആസ് എ 20-year എക്സ്പെരിമെന്റ് കൺഫേമിംഗ് ദ റൂറൽ ഡെവലപ്മെന്റ് വിഷൻ. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് 20 വർഷത്തെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടെയുള്ള ഗ്രാമവികസന പദ്ധതിയാണ് എന്നുള്ളതായിരുന്നു. ഇതാണ് ഓപ്പറേഷൻ ഫ്ലഡ്. കഴിഞ്ഞില്ല. 136 മിൽക്ക് ഷെഡുകളിൽ നിന്ന് ഏകദേശം 176 മിൽക്ക് ഷെഡുകളിലേക്ക് അപ്ഡേറ്റ് ആയിരുന്നു. 173 മിൽക്ക് ഷെഡ് കേട്ടോ. 170 ലാസ്റ്റ് എത്ര മിൽക്ക് ഷെഡാ നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ ഫ്ലഡില്? 136 മിൽക്ക് ഷെഡ്. ആ 136 മിൽക്ക് ഷെഡിനെ 173 മിൽക്ക് ഷെഡിലേക്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 3. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 3 173 മിൽക്ക് ഷെഡുകളിലേക്ക് മാറ്റിയിരുന്നു. 173 മിൽക്ക് ഷെഡുകളിലേക്ക് മാറ്റിയിരുന്നു. ഇതാണ് ആക്ച്വലി എന്ത് ഓപ്പറേഷൻ ഫ്ലഡ് അതല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് അതല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 3 ഒന്നുകൊണ്ടൊന്ന് നോക്കിക്കോ, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഫസ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിരുന്നു. നിലവിലുള്ള ഡയറി കോപ്പറേറ്റീവ്സുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തേത്
വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് സർവീസ്. വെറ്റിനറി ഫസ്റ്റ് എയ്ഡ് സർവീസ്. മൂന്നാമത്തത് ഒന്ന് ഫീഡ് ആൻഡ് ഇൻസമിനേഷൻ. ഫീഡ് ആൻഡ് ഇൻസമിനേഷൻ. ഭക്ഷണവും കൃത്രിമ ബീജോത്പാദനം. ഫീഡ് ആൻഡ് ഇൻസമിനേഷൻ. പിന്നെ വരുന്നത് ഇന്റൻസീവ് മെമ്പർ എഡ്യൂക്കേഷൻ. തീവ്രമായ മെമ്പർ എഡ്യൂക്കേഷൻ. ഇന്റൻസീവ് മെമ്പർ എഡ്യൂക്കേഷൻ. 136 മിൽക്ക് ഷെഡുകളിൽ നിന്ന് 173 മിൽക്ക് ഷെഡുകളിലേക്കുള്ള അപ്ഡേഷൻ. യെസ്, ഇതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. നന്നായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വളരെയധികം നേടാൻ കഴിയും. അതുകൊണ്ടാണ് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് 1997 വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് പറഞ്ഞത് 20 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു ഗ്രാമവികസന പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. 1998 ആയപ്പോഴേക്ക് വേൾഡിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടെയാണ് 1998 ഡോക്ടർ വർഗീസ് കുര്യൻ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്നത്. പാട്ട് നന്നായാൽ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞ പോലെ NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന ആശയം കൊണ്ട് അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ ഡോക്ടർ വർഗീസ് കുര്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത്, അത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കയ്യിലേക്ക് ഞാൻ തരുന്നത് കേരള ബാങ്കാണ്. അത് നിങ്ങൾ എനിക്ക് പൂർത്തീകരിച്ച് കാണിച്ചു തരണം. അഥവാ കേരള ബാങ്കിന്റെ ലിസ്റ്റിലെത്തി അപ്പോയിൻമെന്റ് ലെറ്ററും വാങ്ങി സെറ്റായിരിക്കണം എന്നർത്ഥം. അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഓപ്പറേഷൻ ഫ്ലഡ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നാളെ NDDBയുടെ സബ്സിഡിയറിയും അതോടൊപ്പം തന്നെ വർഗീസ് കുര്യന്റെ ബയോഗ്രഫിയും ജസ്റ്റ് ഒന്ന് ജീവചരിത്രമൊക്കെ നമുക്കൊന്ന് പറഞ്ഞ് NDDB എന്ന് പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്യും. അതോടുകൂടെ ഈ ചാപ്റ്റർ തീരും. ഒരേ ഒരു ക്ലാസ്സും കൂടെയാണ് നമുക്കിനി പെൻഡിങ് ഉള്ളത്. അതോടുകൂടെ ഈ ചാപ്റ്റർ നമ്മൾ തീരും. എൻ്റെ ഒരു 2 ദിവസത്തെ ലീവ്, അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഈ ചാപ്റ്റർ ഇന്നതോടുകൂടെ തീരേണ്ടതാണ്. ഇന്നലെ തീർക്കാൻ കരുതിയതാണ്. ഒരു ദിവസം കൂടെ കിട്ടിയാൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ തീരും. NDDB മാത്രമല്ല, നാഫഡ്, അതുപോലെ തന്നെ ഇഫ്കോ, ക്രിപ്കോ, നബാർഡ്, NHB ആൻഡ് NCDC, NDDB, ഏകദേശം 8ഓളം കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, ഇനി ഒരു 4 മിനിറ്റ് ഉണ്ട്. ആരാ നമ്മളെ ഓപ്പറേഷൻ ഫ്ലഡ് ഒന്ന് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നു? ആർക്കും പ്രസന്റ് ചെയ്യാം, ഞാനായിട്ട് വിളിക്കുന്നില്ല.